ഹായ് ഓൾ, നമസ്കാരം. വെൽക്കം ടു ബ്ലാക്കിഷ് മീഡിയ. ബ്ലാക്കിഷ് മീഡിയയിൽ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ റീസെൻ്റായിട്ട് ആമസോൺ പ്രൈമിൽ ഇറങ്ങി മലയാളത്തിലെ ഏറ്റവും ഫീൽ ഗുഡ് മൂവി സമ്മാനിച്ച ഹോമിനെ പറ്റിയാണ്. ഹോമിനെ പറ്റി പറയുമ്പോൾ അതിൽ ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഇന്ദ്രൻ ചേട്ടനായാലും മഞ്ജു പിള്ള ആയാലും ശ്രീനാഥ് ബാസി ആയാലും നസ്രീൻ ആയാലും അവർ ആ കഥാപാത്രങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിനിമ കാണുമ്പോൾ നമ്മളും ചിലപ്പോൾ ആ കഥാപാത്രങ്ങളായി മാറിപ്പോകുന്ന പല നിമിഷങ്ങളുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവിലെ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടൻ തൻ്റെ മകനായ ആൻ്റണിയെ വിളിക്കുന്ന സീനാണ്. ആൻ്റണിയെ വിളിക്കുമ്പോഴും ആൻ്റണി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ചേട്ടൻ ഈ സമയമാണ് ആ വീട്ടിലെ അപ്പച്ചൻ അവിടുത്തെ ഫിഷ് ടാങ്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ സമയം ഫിഷ് ടാങ്കിൻ്റെ സ്ലാബിൻ്റെ ക്രാക്കിംഗ് സീനും കൂടി നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ചാൾസിൻ്റെ റൂമിലേക്ക് പോയ കുട്ടിയമ്മ ഫാൻ്റെ സ്പീഡ് കൂട്ടിയിടുന്നതും ചാൾസിൻ്റെ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സുകൾ കണ്ട് ചാൾസിനെ കളിയാക്കുന്നു. ഈ സമയം ആ താഴത്തുണ്ടായ ഫിഷ് ടാങ്കിൻ്റെ സ്ലാബ് പൊട്ടി ഫിഷ് ടാങ്ക് പൊട്ടി വീഴുകയാണ്. ഈ സീൻ നേരെ കട്ട് ചെയ്ത് പോകുന്നത് പിന്നെ നമ്മുടെ ആൻ്റണിയുടെ ഫ്ലാറ്റിലേക്കാണ്. ആൻ്റണിയുടെ ഫോണിലേക്ക് വീട്ടിൽ നിന്നുള്ള കോൾ വരുന്നുണ്ടെങ്കിലും ആൻ്റണി അത് എടുക്കുന്നില്ല. അപ്പോഴാണ് ബേബി പ്രൊഡ്യൂസർ എന്ന ആളുടെ വോയിസ് ക്ലിപ്പ് വന്നത്. എന്താ ആൻ്റണി ക്ലൈമാക്സ് ഒക്കെ എഴുതി കഴിഞ്ഞോ എന്ന് ചോദിച്ച് ബേബി പ്രൊഡ്യൂസർ ആൻ്റണിയെ വിളിച്ച് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ ബേബി പ്രൊഡ്യൂസർ താഴെയുണ്ട്, ഞാനിപ്പോൾ റൂമിലോട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലോട്ട് കയറി വരികയും ആൻ്റണിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ബേബി പ്രൊഡ്യൂസർ വിശാലിനെ വിളിച്ച് ഡേറ്റ് കൺഫേം ആക്കാൻ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഞായറാഴ്ച ഒഴിവുണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ഒഴിവുണ്ട് 4 ദിവസത്തിനുള്ളിൽ സ്ക്രിപ്റ്റ് അതായത് ക്ലൈമാക്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാമെന്നാണ് ബേബി പ്രൊഡ്യൂസർ പറഞ്ഞത്. ബേബി പ്രൊഡ്യൂസർ എന്നിട്ട് ആൻ്റണിയുടെ അടുത്ത് പറയുന്നത് എന്തൊക്കെയായാലും 4 ദിവസമുണ്ട്, നീ എന്തൊക്കെയായാലും ക്ലൈമാക്സ് കംപ്ലീറ്റ് ആക്കിയാലും കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും പോയി വിശാലിൻ്റെ അടുത്ത് കഥ പറഞ്ഞു കേൾപ്പിക്കണം. ഇതിപ്പോൾ എത്ര നാളായി ആൻ്റണി? 2 വർഷമായി. ആദ്യത്തെ നിൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടാണ് വിശാൽ എന്നൊരു മെഗാ സ്റ്റാർ നിനക്ക് ഒരു ഡേറ്റ് തന്നത്, ഓപ്പൺ ഡേറ്റ്. അതെന്തായാലും കളയരുത്. ഇനി ഇത് നടന്നില്ലെങ്കിൽ എന്തായാലും നിൻ്റെ ഡെഡ് ലൈനിനുള്ളിൽ നടന്നില്ലെങ്കിൽ നിൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ ഡ്രോപ്പ് ചെയ്യും, നീ എനിക്ക് അഡ്വാൻസ് റിട്ടേൺ തരണം എന്നൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം ആ ബേബി പ്രൊഡ്യൂസർ ആൻ്റണിയുടെ ഫ്ലാറ്റ് ഒന്ന് നോക്കിയപ്പോൾ എന്ത് വൃത്തികേടാണ് ആൻ്റണി ഇത്, നിനക്കൊന്നും മര്യാദയ്ക്ക് നിന്നൂടെ, നീ ഇവിടെ നിന്ന് എഴുതിയാൽ ശരിയാവില്ല, നീ നിൻ്റെ ആദ്യത്തെ സിനിമ കംപ്ലീറ്റ് ആക്കിയത് എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ക്യാമറ ഫോക്കസ് ചെയ്ത് ആൻ്റണിയുടെ ഫോണിലോട്ട് പോകുന്നത്. അവിടെ ഹോം നീതി കാണിക്കുന്നു, സിനിമയുടെ ടൈറ്റിലും അതേസമയം വരുന്നു. അതിനുശേഷം ആൻ്റണി തൻ്റെ കാറിൽ തൻ്റെ വീട്ടിലേക്ക് പോകുന്ന സീനാണ്. അതേസമയം ആൻ്റണി 2 വർഷം മുമ്പുള്ള തൻ്റെ സന്തോഷത്തെയും തൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിനെയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സൂര്യനും ഒലിവർ ട്വിസ്റ്റും പാർക്കിലിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ തൻ്റെ പുറത്തുള്ള മോളെ വിളിക്കുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സീനാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് സൂര്യനോട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്ത് ഭാഗ്യവാനാണ്, നിൻ്റെ അകലെയുള്ള മോളെ നിനക്ക് ഇതിൽ തൊട്ടാൽ നേരിട്ട് കാണാമല്ലോ, എനിക്കെൻ്റെ അടുത്തുള്ള മോനെ പോലും കണ്ടിട്ട് കുറേ നാളായി. അതേസമയമാണ് ഒലിവർ ട്വിസ്റ്റിന് വീട്ടിൽ നിന്നും കോൾ വരുന്നത്, ആൻ്റണി വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ്. നേരെ ആൻ്റണീനെ കാണാനായിട്ട് ഒലിവർ ട്വിസ്റ്റ് വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം ചാൾസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചാൾസ് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലിടാനായിട്ട്. അപ്പോൾ ഇത് കണ്ട ആൻ്റണി ചാൾസിനോട് ചോദിക്കുന്നുണ്ട്, ഈ വൈഫൈയുടെ പാസ്വേഡ് നീ മാറ്റുമോ, എന്താണ് വൈഫൈയുടെ പാസ്വേഡ് എന്ന്. അപ്പോൾ ചാൾസ് പറയുന്നുണ്ട് പറയാൻ പറ്റത്തില്ല. ഇത് കേട്ട കലിപ്പായ ആൻ്റണി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് വൈഫൈയുടെ പാസ്വേഡ് എന്ന്. അപ്പോൾ ചാൾസ് പറയുന്നുണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് ടൈപ്പ് ചെയ്യ് എന്നാണ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആൻ്റണി സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അതായത് ക്ലൈമാക്സ് എഴുതാനായിട്ട് ഇരിക്കുമെങ്കിലും അയാളാകെ മനസ്വസ്ഥനായിട്ട് വീണ്ടും ഫോൺ എടുത്ത് ബെഡിൽ കിടന്ന് തൻ്റെ പഴയ ഓർമ്മകളിലേക്ക് വീണ്ടും പോവുകയാണ്. തൻ്റെ ആദ്യ സിനിമ, അതിൻ്റെ വിജയം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയൊരു സോങ് എന്ന രൂപത്തിലാണ് കാണിക്കുന്നത്. അതിനുശേഷം ഷോട്ട് കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒലിവർ ട്വിസ്റ്റും ചാൾസും കൂടിയും ഫിഷ് ടാങ്ക് പുതിയതൊന്ന് വാങ്ങാൻ കടയിൽ പോവുകയാണ്. ആ സമയത്താണ് ഒലിവർ ട്വിസ്റ്റ് ചാൾസിനോട് ചോദിക്കുന്നത്, നിൻ്റെ ചേട്ടനോട് അഭിപ്രായം അറിയണ്ടേ, നീ ചേട്ടന് വീഡിയോ കോൾ വിളിച്ച് ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കോൾ വിളിച്ച് ചോദിക്കുമ്പോൾ അഭിപ്രായം ചോദിച്ചതിന് ശേഷം നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് ഫോൺ വാങ്ങിച്ച് എന്തായാലും മോനെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞോ എന്ന് കുറച്ച് സീനൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഫിഷ് ടാങ്ക് എത്തി ഫിഷ് ടാങ്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആൻ്റണിക്ക് കോൾ വരുന്നത്. ആൻ്റണിയുടെ എന്താ പറയുക ഗേൾ ഫ്രണ്ടിൻ്റെ പപ്പയാണ് വിളിക്കുന്നത്. അപ്പോൾ തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആൻ്റണി നേരെ തോമസ് എന്ന ആളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അയാൾ ആൻ്റണിക്ക് തൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ ബുക്ക് കൈമാറാണ്. ഇതാണ് ബുക്ക്, ഇതാണ് എൻ്റെ കവർ ഫോട്ടോ, എൻ്റെ അമ്മച്ചാണ് വരച്ചത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ആ സമയത്ത് ആൻ്റണിയുടെ ഗേൾ ഫ്രണ്ട് കലിപ്പിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സീനുണ്ട് എന്ന് അച്ഛന് മനസ്സിലായി. അപ്പോൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തോമസ് പറഞ്ഞു പൊക്കോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് ശേഷം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൻ്റണിയെയും പ്രിയയുമാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എനിക്ക് ലൈബ്രറിയിലേക്കല്ല പോകേണ്ടത്, കിച്ചുവിൻ്റെ അടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം, അതൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കേട്ട ആൻ്റണി
പ്രിയയുടെ അടുത്ത് കലിപ്പായുണ്ട്, നീ തന്നെയല്ലേ പറഞ്ഞേ അവൻ്റെ അടുത്തൊന്നും ചെയ്യരുത്, അവൻ്റെ നോട്ടം ശരിയല്ല, എന്നിട്ട് ഇപ്പോൾ അവൻ തന്നെ വീണ്ടും ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ബിസി ആൾക്കാരല്ലേ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, നിങ്ങൾക്ക് ഭയങ്കര ബിസിയല്ലേ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ ഇത് കേട്ട് ആൻ്റണി പറയുന്നുണ്ട്, നീ അവൻ്റെ അടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് തരാം. ആ ഷോട്ട് കട്ട് ചെയ്ത് നേരെ ചെല്ലുന്നത് ആൻ്റണി തോമസ് സാറിൻ്റെ ഓട്ടോബയോഗ്രഫി വായിക്കുന്ന സീനാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് അടുത്തു നിന്നിരുന്ന് ചോദിക്കും, ഇതെന്താ മോനെ തോമസിൻ്റെ ബുക്കാണല്ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് എന്നങ്ങനെയൊക്കെ. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് ആൻ്റണിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ കഥ ഇങ്ങനെ എഴുതിയാൽ പോരെ എന്നൊക്കെ. അപ്പോൾ ആൻ്റണി ഒലിവർ ട്വിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ചുമ്മാ ഇന്ന് ഓരോ കഥ എഴുതാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർക്ക് ഇങ്ങനെ ഓരോ കഥകൾ എഴുതാൻ പറ്റത്തുള്ളൂ. പപ്പയുടെ കഥയിൽ എന്താണുള്ളത്, പപ്പ ആദ്യം ഒരു ഷോപ്പ് നടത്തി, കാസറ്റ് കട, അത് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാത്തതുകൊണ്ട് കട പൂട്ടി, ഇപ്പോൾ വീടിൻ്റെ മുകളിൽ കൃഷി നടത്തുന്നു, ഇതാണോ കഥ? ഇത് കേട്ട് ഫീലായ ഒലിവർ ട്വിസ്റ്റ് പുറത്ത് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ സമയം ചാൾസ് ആൻ്റണിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അണ്ണാ ഇങ്ങനെയൊക്കെ ചോദിക്കണേ, പപ്പയ്ക്ക് ഫീലാവില്ലേ? അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, പപ്പയ്ക്കൊന്നും ഫീലാവില്ല, പപ്പയ്ക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. നേരെ അടുത്ത ഷോട്ട് കട്ട് ചെയ്ത് പോകുന്നത് ഒലിവർ ട്വിസ്റ്റും സൂര്യനും കൂടി പാർക്കിലൂടെ നടക്കുന്ന സീനാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് സൂര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതേലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സൂര്യൻ പറയുന്നു അവൻ അത് ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞതായിരിക്കില്ല. അപ്പോൾ ട്വിസ്റ്റ് പറയുന്നുണ്ട്, അല്ലടാ എനിക്കത് വല്ലാത്ത ഫീലായി കാര്യങ്ങളൊക്കെ. അന്ന് മുതൽ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് തൻ്റെ ജീവിതത്തിൽ നടന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ആ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ തൻ്റെ ഓർമ്മയിൽ അത് വന്നത്. അത് നേരെ നമ്മുടെ സൂര്യനെ അപ്പം തന്നെ വിളിച്ച് പാതിരാത്രിക്ക് വിളിച്ച് പറയുന്നൊരു സീനാണ്. സൂര്യൻ ഫോൺ എടുക്കുമെങ്കിലും അദ്ദേഹത്തിന് പെട്ടെന്ന് ഞെട്ടലാണ് വന്നത്. അദ്ദേഹം പേടിച്ച് എഴുന്നേറ്റ്, ഇപ്പോഴാണോ നിനക്ക് പറയേണ്ട സമയമൊന്നും പറയണമെന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സൂര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ഓൺലൈനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് പേടിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കാര്യത്തിനെയും അപ്പം തന്നെ എടുത്ത് ഭയങ്കര ഒരു പേടിയുള്ളൊരു മനുഷ്യനാണ്. പിറ്റേ ദിവസം രാവിലെ ഹാപ്പി ആയിട്ടുള്ള ഒലിവർ ട്വിസ്റ്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ചാൾസ് വന്ന് തൻ്റെ 3000 യെല്ലോ ടീഷർട്ട് കണ്ടോ എന്ന് ചോദിക്കുന്നത്. തൻ്റെ 3000 യെല്ലോ ടീഷർട്ട് വെച്ചാണ് ഒലിവർ ട്വിസ്റ്റ് തൻ്റെ അപ്പച്ചൻ്റെ മൂത്രം തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട ചാൾസ് പപ്പയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ 3000 ടീഷർട്ടാണോ പപ്പയ്ക്ക് മൂത്രം തുടയ്ക്കാൻ കിട്ടിയത്? മോൻ അവിടെ ഫോൺ ഓർഡർ ചെയ്യുന്നുണ്ട്, എനിക്കൊരു ടീഷർട്ടും കൂടി ഓർഡർ ചെയ്യാനെന്ന് പറഞ്ഞ് ചാൾസ് ഒലിവർ ട്വിസ്റ്റിനെ മുകളിലേക്ക് വിടുകയാണ്. ഇത് കണ്ട ഒലിവർ ട്വിസ്റ്റ് തൻ്റെ മകൻ തനിക്ക് സർപ്രൈസായിട്ട് ഒരു ഫോൺ ഓർഡർ ചെയ്യുന്ന സന്തോഷത്തിലാണ്. ഈ സന്തോഷം പറയാനായിട്ട് നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് നേരെ പോകുന്നത് സൂര്യൻ്റെ വീട്ടിലേക്കാണ്. സൂര്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ സൂര്യൻ അവിടെ പനിച്ച് വരച്ച് കിടക്കുകയാണെന്നാണ് സൂര്യൻ്റെ ഭാര്യ പറയുന്നത്. എന്താണെന്ന് ഒലിവർ ട്വിസ്റ്റ് ചോദിക്കുമ്പോൾ സൂര്യൻ്റെ ഭാര്യ പറയുന്നത്, ഇന്നലെ രാത്രി ഒരു കോൾ വന്നു, അതേ പിന്നെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം തൻ്റെ മകൻ തനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഫോണൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് സൂര്യൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ സൂര്യൻ ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ അടുത്ത് ആ എക്സ്ട്രാ ഓർഡിനറി കാര്യം പറഞ്ഞോ എന്നാണ്. ഇല്ല എന്നാണ് ഒലിവർ ട്വിസ്റ്റ് പറയുന്നത്. അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതിനുശേഷം അടുത്ത ഷോട്ട് കട്ട് ചെയ്ത് പോകുന്നത് ഒലിവർ ട്വിസ്റ്റ് തൻ്റെ മകനായ ആൻ്റണിയുടെ റൂമിലിരിക്കുന്നതാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് തൻ്റെ ഈ കഥ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഥ പറയാനായിട്ട് നിൽക്കുമ്പോഴാണ് ആൻ്റണിക്ക് കോൾ വരുന്നത്. അതും വീഡിയോ കോളാണ്. അത് ആൻ്റണിയുടെ ഗേൾ ഫ്രണ്ടായ പ്രിയയാണ്. അപ്പോൾ പ്രിയ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തായി ഫോൺ ഓർഡർ ചെയ്തു, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാനത് ഇന്നലെ ഓർഡർ ചെയ്തു, എനിക്കതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പോഴാണ് ആക്ച്വലി ആ ഫോൺ ഓർഡർ ചെയ്തത് ആൻ്റണിയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ പപ്പയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് ഫീലായിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി പോവുകയാണ്. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ സ്വന്തമായൊരു സെറ്റ് വാങ്ങാം എന്ന ഒരു ഇതിൽ ഒലിവർ ട്വിസ്റ്റും സൂര്യനും കൂടിയും ഷോപ്പിൽ ചെന്ന് സെറ്റ് വാങ്ങിച്ചു. ഒരു 4000 സെറ്റാണ് വാങ്ങിച്ചത്, ക്യാഷിൻ്റെ കുറവ് കാരണമാണ്. അപ്പോൾ അത് വാങ്ങിച്ച് അതിലേക്ക് കാര്യങ്ങളും ഒക്കെ യൂട്യൂബും പിന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ സെറ്റാക്കി നമ്മുടെ സൂര്യൻ ഒലിവർ ട്വിസ്റ്റിന് കൊടുത്തു. അപ്പോൾ ഒലിവർ ട്വിസ്റ്റിനോട് പറയുന്നുണ്ട്, ഇതിൽ എനിക്ക് എന്ത് വേണം ചെയ്യാം, അത്രയ്ക്കും ഫ്രീഡമാണ് കാര്യങ്ങളൊക്കെ എന്ന്. അങ്ങനെ ചെന്ന് നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് വീട്ടിലേക്ക് ചെന്ന് ഈ സന്തോഷ വാർത്ത ഭാര്യയോട് പറയുന്ന സമയത്താണ് അവിടെ ഒരു ഡെലിവറി ബോയ് വരുന്നത്. അപ്പോൾ ഡെലിവറി ബോയ് വന്നത് ഒരുപാട് സാധനങ്ങളായിട്ടാണ്. നമ്മുടെ ആൻ്റണി ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അനിയന് ഗിംബൽ, അമ്മയ്ക്ക് സാരി, അപ്പച്ചന് ഡ്രസ്സ്, പിന്നെ പപ്പയ്ക്ക്, അതായത് നമ്മുടെ ഒലിവർ ട്വിസ്റ്റിന് വേണ്ടി സ്വന്തമായിട്ടൊരു ഫോണും കൂടി നമ്മുടെ സർപ്രൈസായിട്ട് ആൻ്റണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഒലിവർ ട്വിസ്റ്റിന് സന്തോഷമായി. എങ്കിലും കൃത്യസമയത്ത് തന്നെ അദ്ദേഹം നേരത്തെ വാങ്ങിച്ച ഫോണിൽ നിന്നും റിംഗ് ടോൺ ബെൽ അടി കേട്ടു. ഇത് കണ്ട് ആൻ്റണിക്ക് കുറച്ച് വിഷമം
വിഷമമായി ആൻ്റണി നൈസായിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ കുട്ടിയമ്മ അന്ന് നൈറ്റ് നമ്മുടെ ആൻ്റണിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, കുറച്ച് നേരം സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം. അപ്പോൾ കുട്ടിയമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ അടുത്ത് എനിക്ക് 5 മിനിറ്റ് സംസാരിക്കാൻ പോലും അവകാശമില്ലേ. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് അവർ തമ്മിൽ തല്ലാവുന്നു, അവർ ഇറങ്ങിപ്പോരുന്നു. അപ്പോൾ ഒരു ട്വിസ്റ്റ് ചോദിക്കുന്നു എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ കുട്ടിയമ്മ ഒരു ടീഷർട്ട് കാണിച്ചിട്ട് പറയും, ഇപ്പോൾ നിങ്ങളുടെ മോൻ അതാണ് അവൻ വീട്ടിലേക്ക് വരാത്തത് എന്ന് പറയുന്നത്. കാരണം അത് ബഹുമാന ടീഷർട്ടായിരുന്നു. പിന്നെ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഇവർ പ്രിയയുടെ ഫാമിലിയും നമ്മുടെ ആൻ്റണിയുടെ ഫാമിലിയും കൂടി ഷോപ്പിങ്ങിന് പോകുന്നതാണ്. അവിടെ വെച്ച് നമ്മുടെ കുട്ടിയമ്മയ്ക്ക് എക്സ്കലേറ്ററിൽ കയറാൻ പേടിയായതുകൊണ്ട് നമ്മുടെ ആൻ്റണിയും ചാൾസും കൂടി രണ്ടുപേരും ഒരുമിച്ച് അമ്മേനെ എക്സ്കലേറ്ററിൽ കയറ്റി കൊണ്ടുപോകുന്ന സീനാണ്. അങ്ങനെ അവർ ഡ്രസ്സ് കളക്ഷനായിട്ട് ഷോപ്പിങ്ങിനായിട്ട് ട്രെൻഡ്സിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ തോമസ്, അതായത് നമ്മുടെ പ്രിയയുടെ അച്ഛൻ ആൻ്റണിയുടെ ഫാദറായ ഒലിവർ ട്വിസ്റ്റിനോട് പറയുന്നു, ഒലിവറെ ഒരു ഫോട്ടോ എടുത്ത് തരൂ അന്നാമ്മച്ചി കഴിക്കാനെന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒലിവർ ട്വിസ്റ്റിന് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. അദ്ദേഹം പല എന്താണൊക്കെ ചെയ്തെങ്കിലും ക്യാമറ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഓണാക്കി. പക്ഷെ അദ്ദേഹത്തിന് സെൽഫി ക്യാമറ ആണ് ഓണായത്. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെയാണ് റിയർ ക്യാമറ ഓൺ ആക്കേണ്ടതെന്നും. അപ്പോൾ അദ്ദേഹം ഒരുപാട് നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു സെയിൽസ് ബോയ് എടുത്ത് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോഴാണ് റിയർ ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കാൻ ഒലിവർ ട്വിസ്റ്റ് റെഡിയായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആൻ്റണി വരുന്നത്. പപ്പയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ, പപ്പ ഇങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ എടുക്കാം എന്നും പറഞ്ഞ് ആൻ്റണി നമ്മുടെ തോമസ് അതായത് ഫാദറിലൂടെ ഫോട്ടോ എടുക്കുന്നതും. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഒലിവർ ട്വിസ്റ്റിന് ഫീലായി, സങ്കടമായി. കാരണം മോൻ ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് വരുന്നത്. അങ്ങനെ അവർ അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ഒലിവർ ട്വിസ്റ്റിൻ്റെ മനസ്സിൽ തൻ്റെ മകൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നു, തന്നെ പരിഗണിക്കില്ല എന്നൊരു ചിന്താഗതി ഉള്ളിലുണ്ട്. അങ്ങനെ വാതിൽ തുറന്നു, ഗേറ്റ് തുറന്ന് അവർ വീട്ടിൽ കയറി കിടക്കുന്ന സമയമാണ്. അപ്പോൾ കിടക്കുന്ന സമയത്ത് കുട്ടിയമ്മ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ആൻ്റണിക്ക് തോമസിനോട് ഭയങ്കര സ്നേഹമാണല്ലേ. അപ്പോൾ ആൻ്റണി ഒലിവർ ട്വിസ്റ്റ് പറയുന്നുണ്ട്, തോമസിനോടുള്ള സ്നേഹം തോമസിനോട് കാണിക്കണം. പക്ഷേ അടുത്ത ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആൻ്റണിയും ഒലിവറും കൂടി വളങ്കടയിൽ പോവുകയാണ്. അപ്പോൾ വളങ്കട പൂട്ടിയിട്ട് തന്നെ നമ്മുടെ ഒലിവർ ആൻ്റണിയുടെ ഒപ്പം വിശാലിൻ്റെ ഒപ്പം കഥ കേൾപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വിശാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ആൻ്റണി തൻ്റെ പഴയ ക്യാമറമാനായ അജു വർഗീസിനടുത്ത് ചെന്ന് കാര്യങ്ങൾക്ക് വർത്തമാനം പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഒലിവറിനെ സൂര്യൻ വിളിക്കുന്നുണ്ട്. സൂര്യൻ വിളിക്കുന്ന സമയത്ത് സൂര്യൻ പറയുന്നുണ്ട്, എന്തായാലും അവിടെ ചെന്നിട്ടല്ലേ വിശാലിൻ്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് നമ്മുടെ വിശാലിൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുന്നത്. പിന്നെ അവർ തമ്മിൽ സംസാരമായി, കളിയായി, തമാശയായി. പിന്നെ വിശാൽ അദ്ദേഹത്തിന് ഒലിവർ ട്വിസ്റ്റിന് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു കൊടുത്ത് ഒരു സെൽഫി എടുത്ത് അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആൻ്റണി കഥ പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ആൻ്റണി കഥ പറയുന്ന സമയത്ത് ഒലിവർ ഉറങ്ങിപ്പോയി കൂർക്കം വിളിക്കുന്നുണ്ട്. പിന്നെ ആകെ ബോറടിച്ച് വിശാലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിശാൽ പറയുന്നുണ്ട്, നീ അന്ന് ഫസ്റ്റ് ലൈൻ പറഞ്ഞപ്പോൾ ഒരു ഊർജ്ജം നിനക്ക് ഇപ്പോൾ ഇല്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തി ആൻ്റണിയും ഒലിവറും. ആൻ്റണി ആ ദേഷ്യത്തിൽ മറ്റേ വിശാൽ കഥ കേൾക്കാത്ത ദേഷ്യത്തിൽ വന്ന് ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഒലിവർ കയറി വരുന്ന സമയത്ത് ഒലിവറിൻ്റെ ഫോണിൽ ബെല്ലടിച്ചു. അതിപ്പോൾ ഓഫ് ചെയ്യാനായിട്ട് ഒലിവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും പക്ഷേ എന്തോ അബദ്ധവശാൽ അത് FB ലൈവിലേക്കാണ് പോയത്. അപ്പോൾ ആൻ്റണി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മറ്റേ നമ്മുടെ വിശാലിനെ കുറിച്ച് വിശാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിശാലിൻ്റെ ഫാൻസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരുന്നു, ലൈവായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇതറിയാതെ പറ്റിയാണെങ്കിലും വിശാലിൻ്റെ ഫാൻസും ഈ വീഡിയോ ഏറ്റുപിടിച്ച് പിന്നെ ആകെ സീൻ. അപ്പോൾ ഈ ലൈവ് കണ്ട ഉടനെ നമ്മുടെ ബേബി പ്രൊഡ്യൂസർ നമ്മുടെ ആൻ്റണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൻ്റണി നമ്മുടെ ഒലിവർ ട്വിസ്റ്റിനെ ഒരു വാക്ക് പോലും മിണ്ടാതെ പോവുകയാണ്. ആൻ്റണി പറഞ്ഞത് ഇത് കഴിഞ്ഞു പോയ കാര്യമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ല, വീട് ഇപ്പോഴൊന്നും ലൈവ് ഇടാണ്ട് ഇനി നോക്കിയാൽ മതി, ഇനി ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെയാണ്. പക്ഷേ ഇതൊരിക്കലും എൻ്റെ സിനിമയെ ബാധിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാണ് ആൻ്റണി ഒലിവർ ട്വിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൂര്യൻ്റെ അടുത്ത് നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് പോയി കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ മകൾ വിളിച്ചിട്ട് ഒലിവർ ട്വിസ്റ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പപ്പ അച്ഛനെ ഒരു സൈക്കോളജിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്യണം, അച്ഛന് ഇപ്പോൾ പണ്ടത്തെ പോലെ അതേപോലെയൊക്കെ തന്നെയാണ്, ഒരു മാറ്റമില്ല, ഇത്തിരി കൂടുന്നുള്ളൂ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ വിജയ് ബാബു എന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോയി. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ നമ്മുടെ സൂര്യന് ഇതൊക്കെ കാര്യങ്ങൾ ഇഷ്ടമില്ല. പക്ഷേ ഒലിവർ ട്വിസ്റ്റ് തൻ്റെ ഉറക്കമില്ലായ്മ കാര്യങ്ങളൊക്കെ വിജയ് ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ് ബാബു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിജയ് ബാബുവിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ
പ്രിയയുടെ അച്ഛൻ കാണുന്നത് വിജയ് ബാബുവിൻ്റെ ഒപ്പം നമ്മുടെ അവിടുത്തെ പിള്ളേരും പിന്നെ നമ്മുടെ ഒലിവർ ട്വിസ്റ്റും പാർക്കിൽ വ്യായാമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വിസിറ്റിന് വന്ന നമ്മുടെ തോമസ് നമ്മുടെ ഒലിവർ ട്വിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ സൈക്കോളജിസ്റ്റിനെ എന്തിനാണ് കൺസൾട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇത് കേട്ട നമ്മുടെ ആൻ്റണിക്ക് ദേഷ്യമായി. ആൻ്റണി പിന്നീട് ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു, അച്ഛൻ എന്താണ് പ്രാന്താണോ, പ്രാന്താശുപത്രിയിൽ പോയി കാണിക്കാനൊക്കെ കേട്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ആൻ്റണിയുടെ അടുത്ത് തോമസ് പറയുന്നത്, നീ ഒരു സോറി ലെറ്റർ വിശാലിന് വേണ്ടി എഴുതണം, അത് അയക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആൻ്റണി ലെറ്റർ എഴുതുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് സമയത്ത് എന്താ അയക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ തോമസിനടുത്ത് ചോദിക്കുന്ന സമയത്ത് തോമസ് പറയുന്നത്, ഒരിക്കലും നീ ടൈപ്പ് ചെയ്ത് അയക്കരുത്, ഒരു സോറി ലെറ്റർ എഴുതുമ്പോൾ നീ അത് ഒരു ലെറ്റർ പാഡ് എടുത്ത് പേപ്പറിൽ പേന കൊണ്ട് എഴുതേണ്ടതാണ് നല്ലത്, എന്നാലേ അദ്ദേഹത്തിന് നിൻ്റെ ഉള്ളിൽ നിന്നും വന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആൻ്റണി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒലിവർ ട്വിസ്റ്റിനടുത്ത് ചെന്ന് സ്വന്തം സോറി ലെറ്റർ ഒലിവർ ട്വിസ്റ്റിനോട് എഴുതിക്കുകയാണ്. ആ സമയത്താണ് ഒലിവർ ട്വിസ്റ്റ് തൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റോറി ആൻ്റണിയുടെ അടുത്ത് പറയുന്നത്. ഇത് കേട്ട ആൻ്റണി പറയുന്നുണ്ട്, കഴിഞ്ഞോ, ഇത്രയേ ഉള്ളൂ, ഇതാണോ ഇത്രയും വലിയ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി എന്നൊക്കെ. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കുന്ന പ്രിയയെ വിളിക്കുന്ന ആൻ്റണിയാണ്. അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഫോൺ എടുത്ത പ്രിയ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. എങ്കിലും അതെടുത്ത് കിച്ചു ആൻ്റണി അടുത്ത് ചോദിക്കുന്നുണ്ട്, പുതിയ ലൈവ് ഒന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ. പക്ഷേ ഈ സമയവും നമ്മുടെ പ്രിയയുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി അവിടുത്തെ സ്പീക്കറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻ്റണി ഈ ദേഷ്യത്തിൽ പ്രിയനെ വീണ്ടും വിളിക്കുന്നുണ്ട്. പ്രിയ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം പ്രിയ ഫോൺ എടുത്തപ്പോൾ ബ്ലൂടൂത്ത് ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് കാര്യങ്ങളൊക്കെ ബ്ലൂടൂത്ത് വഴി എല്ലാവർക്കും കേൾക്കായിരുന്നു. ആൻ്റണി ഒരുപാട് ദേഷ്യത്തിൽ ചീത്ത പറഞ്ഞു നമ്മുടെ കിച്ചുവിനെ ചീത്ത പറഞ്ഞതും കിച്ചുവിനെ ആകില്ലാണ്ടായി. പക്ഷേ ഇത് അറിഞ്ഞ വിഷമത്തിൽ നമ്മുടെ പ്രിയ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും പിന്നെ എന്താ പറയുക ആകെ ഫീലായിട്ട് ആൻ്റണിയായിട്ട് തല്ലാവുകയാണ്. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒലിവർ ട്വിസ്റ്റും വിജയ് ബാബും പാർക്കിലിരിക്കുന്ന സീനാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് വിജയ് ബാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആൻ്റണിയെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ വിജയ് ബാബു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഈ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും വേറൊരു കാര്യത്തിലേക്ക് ചിന്തിക്കാനോ വേറൊരു ഇതിലേക്ക് മാറി ചിന്തിക്കാനോ പറ്റത്തില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് എപ്പോഴും നോക്കിയാലും സിഗരറ്റ് വലിക്കാൻ ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഫോൺ അഡിക്റ്റ് ആയിട്ട് ആൾക്ക് വരുന്നത്. കാരണം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവിടെ അതിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയുള്ള തദ്രതയായിരിക്കും ഫുൾ ടൈം ഈ ഫോൺ അഡിക്ഷനുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മുടെ പ്രിയയുടെ ഫാമിലിയും നമ്മുടെ ഒലിവർ ട്വിസ്റ്റിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നത്, അതായത് വിസിറ്റിന് വരുന്നത്. അപ്പോൾ വിസിറ്റിന് വന്ന അവർ ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ ആ ഫുഡ് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കൂടി ആ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. ആ വീട്ടിൽ സ്റ്റേ ചെയ്ത സമയത്ത് നമ്മുടെ ആൻ്റണിക്ക് ഒരു മെസ്സേജും കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IB മാനേജറിൻ്റെ കോളായിരുന്നു. ആ സമയത്ത് അവർ വന്നു. ഇവൻ നൈസായിട്ട് നമ്മുടെ ആൻ്റണി നൈസായിട്ട് അവരെ വന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് കാര്യങ്ങളൊക്കെ അവരൊക്കെ നൈസായിട്ട് ഡീൽ ചെയ്ത് പുറത്താക്കി. അതിനുശേഷമാണ് നമ്മുടെ ആൻ്റണി മറ്റേ നോട്ടിഫിക്കേഷൻ കാണുന്നത്. ആ നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് അതിൽ നമ്മുടെ വിശാലും ബേബി പ്രൊഡ്യൂസറും മറ്റൊരാളായിട്ട് സ്ക്രിപ്റ്റ് പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് വിഷമത്തിൽ ആൻ്റണി ഇരിക്കുന്ന സമയത്ത് ഫോണിന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഒലിവർ പറയുന്നുണ്ട്, ഈ ഫോൺ അഡിക്ഷനാണ് എല്ലാത്തിനും കാരണം. ഇത് കേട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻ്റണിക്ക് ദേഷ്യമായി. ആൻ്റണി പപ്പയെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഇത് കേട്ട് കുട്ടിയമ്മ എല്ലാം കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം എല്ലാം മടക്കി വെച്ച സങ്കടം ദേഷ്യമൊക്കെ പൊട്ടിത്തെറിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ബായ് പറഞ്ഞു പോവുകയാണ് നമ്മുടെ പ്രിയയുടെ ഫാമിലിയും. ആക്ച്വലി നമ്മുടെ പ്രിയയുടെ ഫാമിലി വന്നത് പ്രിയയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് അവരെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് പ്രിയയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ പ്രിയയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തി നമ്മുടെ ഒലിവർ നമ്മുടെ തോമസിൻ്റെ ബുക്ക് എടുത്ത് വായിച്ച് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ബുക്കിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അന്നാമ്മച്ചിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു തോമസ്. അതിനുശേഷം അന്നാമ്മച്ചി തൻ്റെ ഈ കവർ ഫോട്ടോയുടെ രഹസ്യങ്ങൾ കാര്യങ്ങളൊക്കെ പറ്റി സീക്രട്സിനെ പറ്റി കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറി പോലെ പറയുകയാണ്. അപ്പോഴാണ് പണ്ട് നടന്ന ആ കഥയെ പറ്റി നമ്മുടെ അന്നാമ്മച്ചി പറയുന്നത്. ഈ കഥ പറയുമ്പോൾ നമുക്ക് ആൻ്റണിക്ക് ഈ കഥയായിട്ട് കുറേ സിമിലാരിറ്റീസ് വരുന്നുണ്ട്. ഈ തോമസിനെ ആശുപത്രി കൊണ്ടുപോയ കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അന്ന് നമ്മുടെ ഒലിവർ നമ്മുടെ ആൻ്റണിയോട് പറഞ്ഞ ആ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ആയിരുന്നു ആക്ച്വലി അത്. അപ്പോൾ അന്നാമ്മച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ആ ദൈവതുല്യമായ മനുഷ്യനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ആൻ്റണിയുടെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം താൻ അന്ന് പുച്ഛിച്ച് കളഞ്ഞത് ഇത്രയും വലിയ മഹത്തായ കാര്യത്തെയാണ്. അപ്പോൾ ഇത് കണ്ട ഒലിവർ ട്വിസ്റ്റിന് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ അദ്ദേഹം അത് ഞാനാണെന്നോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തിരികെ ഫാമിലിയോട് കൂടി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആൻ്റണിയും ഒലിവർ ട്വിസ്റ്റും ഇരിക്കുന്നൊരു സീനാണ്. അപ്പോൾ ഒലിവർ ട്വിസ്റ്റ് ആൻ്റണി അടുത്ത് പറയുന്നുണ്ട്, മോനെ നീ പറഞ്ഞത് ശരിയാണ്, ഫോണിലൂടെ ഇടിമിന്നൽ വരില്ല. അപ്പോൾ ഇത് കേട്ട് ആൻ്റണി ഒരു പുഞ്ചിരിച്ചു. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആൻ്റണി തൻ്റെ തെറ്റുകൾ തനിക്കുണ്ടായ കുറവുകൾ എല്ലാം ഒരു ലെറ്റർ പാഡിൽ എഴുതി താൻ ചെയ്ത കാര്യങ്ങളൊക്കെ
താൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത താൻ മറച്ചു വെച്ച തൻ്റെ രഹസ്യങ്ങൾ, തൻ്റെ കുറവുകൾ എല്ലാം ഒരു ലെറ്റർ പാഡിൽ എഴുതി അത് FB യിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കേട്ട് കണ്ട ഒരുപാട് പേര് അവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും അവനോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ ദൈവതുല്യനായ ഒലിവ് ട്വിസ്റ്ററിനെ അന്വേഷിച്ച് അന്നാമ്മച്ചി വീട്ടിലേക്ക് വരുന്ന സീനാണ്. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഹാപ്പി ആയിട്ട് ആ ഫാമിലി ഫോട്ടോയിലേക്ക് സൂം ചെയ്ത് ഈ പടം ഹാപ്പി എൻഡിങ് ആവാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ സിനിമ പോയി ഒന്ന് കാണാം. ആമസോൺ പ്രൈമിലുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. തുടങ്ങിയിട്ടുള്ളൂ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ എനിക്കുമുണ്ട്. നമ്മുടെ ആൻ്റണി പറയുന്നത് പോലെ ഞാനും പെർഫെക്റ്റ് അല്ല. ഐ എം നോട്ട് പെർഫെക്റ്റ് അറ്റ് മൈ ഹോം. ഇതും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ടില്ലേക്കില്ല, കാരണം എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ, എനിക്കും അറിയാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.